ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ആദ്യം പറയാം. പലപ്പോഴായിട്ട് പല ആളുകൾ, നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ചില കൺഫ്യൂഷൻസിൽ അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രക്കായി നിൽക്കുന്ന സമയത്ത് ഒരുപോലെയുള്ള രണ്ട് വാഹനങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് അതിൽ ഒരെണ്ണം ഇഷ്ടപ്പെടുകയും രണ്ടെണ്ണം ഇഷ്ടപ്പെടുകയും അതിൽ ഏതെടുക്കണം എന്നുള്ള ഒരു സംശയം ഉണ്ടാവുകയും അങ്ങനെ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സമയത്ത് എന്നെ മെസ്സേജായിട്ടും ചാറ്റായിട്ടും അല്ലെങ്കിൽ വാട്സാപ്പായിട്ടൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, ഏത് വാഹനമാണ് വാങ്ങേണ്ടത്. ആ ഒരു അവസരത്തിൽ ഞാൻ പലപ്പോഴും ചില ഫാക്ട്സ് പറഞ്ഞിട്ട് നിങ്ങൾ അത് എടുത്തോളൂ എന്ന് പറയുകയും അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിക്കാറുമാണ് പതിവ്. ഇതിന് ഒരു മെത്തേഡ് ഞാൻ ഉപയോഗിച്ചിരുന്നു. മുമ്പൊരു വാഹനം മേടിച്ചപ്പോഴും ഇപ്പോൾ പുതുതായിട്ട് ഫോർഡ് ഫിഗോ ആസ്പയർ മേടിച്ചപ്പോൾ ഞാനൊരു മെത്തേഡ് ഉപയോഗിച്ചിരുന്നു. ആ ഒരു മെത്തേഡിനെ കുറിച്ച് സംസാരിക്കാം എന്ന് കരുതുകയാണ്. വണ്ടി പ്രാന്തിൻ്റെ അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ മെത്തേഡിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു വലിയ മെത്തേഡോ അല്ലെങ്കിൽ ആരും ഉപയോഗിക്കാത്ത, ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡൊന്നുമില്ല, പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്. 1 മുതൽ 10 വരെ ഒരു മാർക്കിംഗ് സിസ്റ്റം, അതായത് ഓരോ കാറ്റഗറിക്കും 1 മുതൽ 10 വരെ മാർക്കിംഗ് സിസ്റ്റം എടുത്തിട്ട് അതിൽ നമുക്ക് തോന്നുന്ന കൺവിൻസ് ആയിട്ടുള്ളൊരു മാർക്ക് കൊടുത്തിട്ട് അതിൻ്റെ ടോട്ടൽ സ്കോർ വെച്ച് അളന്ന് നോക്കി ഏതാണ് ഏറ്റവും കൂടുതൽ സ്കോർ നേടുന്നത് ആ വാഹനം തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ആ മെത്തേഡ്. ഇതിനായിട്ട് ഒരു എക്സൽ ഷീറ്റിൽ ഞാൻ അതിൻ്റെ വാല്യൂസ് എല്ലാം പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. അതുകൂടെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്സിൽ അതിൻ്റെ ഒരു കോപ്പി എല്ലാവർക്കും ആക്സസിബിൾ ആയ URL എന്ന നിലയ്ക്ക് പബ്ലിഷ് ചെയ്യുകയും ആവാം. അപ്പോൾ ആവശ്യക്കാർക്ക് അത് എടുത്ത് പരിശോധിക്കുകയും അതിൻ്റെ ഉള്ളിൽ വാല്യൂസ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇന്ന വാഹനം വാങ്ങാം അല്ലെങ്കിൽ ഇന്ന വാഹനത്തെക്കുറിച്ച് ആഡ് ചെയ്ത് നോക്കുകയോ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഇതൊക്കെ ആസ്പെക്ട്സ് ആണ് ഞാൻ നോക്കാറുള്ളതെന്ന് കൂടി പറയാം. ഉദാഹരണത്തിന് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഫ്യൂവൽ എഫിഷ്യൻസിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാഹന ലോകമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ സേഫ്റ്റിക്കും അല്ലെങ്കിൽ എന്താ പറയുക വാഹനത്തിൻ്റെ പവറിനൊക്കെ ഉപരി ഫ്യൂവൽ എഫിഷ്യൻസിക്കും അതുകൂടാതെ ഏറ്റവും റീസെയിൽ വാല്യൂവിനുമൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടേത്. അത് ഒരു പരിധിവരെ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിൻ്റെ പ്രശ്നമാണ്. അത് ഒരു മോശമായ ഒരു കാര്യമാണെന്നല്ല പറയുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ കൂടി നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കാറ്റഗറിയിൽ ഉറപ്പായിട്ടും ഫ്യൂവൽ എഫിഷ്യൻസി വേണം, അല്ലെങ്കിൽ റീസെയിൽ വാല്യൂ വേണം, അതുപോലെ ഫീച്ചേഴ്സ് വേണം, സവിശേഷതകൾ വേണം. അതുകൂടാതെ സവിശേഷതകൾ മാത്രം പോരാ, എഞ്ചിൻ്റെ സ്പെക്സ് വേണം. ഇപ്പോൾ ഏറ്റവും വലിയ എഞ്ചിൻ ഏതാണ്, ഏറ്റവും ചെറിയ എഞ്ചിന് ഏറ്റവും കൂടുതൽ പവറുള്ള എഞ്ചിനുണ്ട്. ഉദാഹരണത്തിന് ഫോർഡിൻ്റെ ഈക്കോ ബൂസ്റ്റ് എഞ്ചിനോ 1 ലിറ്റർ എഞ്ചിനാണ്, പക്ഷേ അതിൻ്റെ പവർ ചില ഫോർ സിലിണ്ടറിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ടോർക്ക് ഫിഗേഴ്സ് വേണം. ടോർക്ക് ഫിഗേഴ്സ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ ഹില്ലി ഏരിയയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മൂന്നാർ പോലുള്ള ഏരിയകളിലേക്ക് വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ടോർക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മ നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ എക്സൽ ഷീറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 10 പോയിന്റുകൾ അല്ലെങ്കിൽ 10 കാറ്റഗറീസ് മിനിമം ഉൾക്കൊള്ളിച്ച ഒരു എക്സൽ ഷീറ്റിന് ഞാൻ അതിനകത്ത് ഓരോ വാല്യൂ പറഞ്ഞു കൊടുത്തിട്ട് ആ വാല്യൂവിൻ്റെ കാര്യങ്ങൾ എടുത്ത് അങ്ങനെയൊക്കെയാണ് അത് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്പയർ നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒന്ന് വോക്സ്വാഗൺ വെൻഡോ ആയിരുന്നു. കുറച്ച് കൂടിയ വാഹനമാണ്, എന്നിരുന്നാൽ കൂടി ആ എഞ്ചിൻ്റെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് വോക്സ്വാഗൺ വെൻഡോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഹോണ്ട അമേസ്, പഴയ ഹോണ്ട അമേസ് നല്ല പവറുള്ള വാഹനമായിരുന്നു, അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ 4 വാഹനങ്ങൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽ എടുക്കാവുന്ന വാഹനങ്ങളെക്കുറിച്ചൊരു എക്സൽ ഷീറ്റിൽ മെൻഷൻ ചെയ്യാം. അത് ഒരു ബോർഡ് വെച്ച് എഴുതി കാണിക്കാം എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ അപ്പോൾ റീഡബിലിറ്റി കുറവാകും, നമ്മുടെ സ്ക്രീനിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കുറവായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് എക്സൽ ഷീറ്റ് തന്നെ ചെയ്യാമെന്നും ആ എക്സൽ ഷീറ്റ് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് എന്നും കരുതുന്നു. ഇനി രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മാരുതി സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഹുണ്ടായി i20 അതല്ലെങ്കിൽ നമ്മുടെ ഹോണ്ട ബ്രയോ, ആ ഒരു 3 വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഹാച്ച് ബാക്കുള്ള കാര്യം പറഞ്ഞാൽ അതിനകത്ത് സവിശേഷതകൾ ഏറ്റവും കൂടുതൽ വാഹനം ഏതാണ്, അതിന് കിട്ടുന്ന മാർക്ക് 10ൽ 9 കിട്ടുന്ന വാഹനം ഏതാണ്, അങ്ങനെ ഒരു കാൽക്കുലേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ആണ് ഞാൻ ചെയ്ത് നോക്കിയത് ആസ്പയറിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് തന്നെ കരുതാണ്. കാരണം വാഹനം മേടിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന കൺഫ്യൂഷനാണിത്. കാരണം ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാം, എല്ലാ വാഹനത്തിനും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ സവിശേഷതകളൊക്കെ ഉണ്ട്. ഒരു വാഹനം മോശമല്ല എന്ന് തന്നെ പറയാം. കാരണം ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വാഹന ലോകത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റുകൾ നടത്തി എല്ലാ വാഹനത്തിനും ഒരു മറ്റുള്ള വാഹനത്തിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എത്തിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വാഹനത്തിനും കുറവുകളായിട്ടൊന്നും പറയാനില്ല എന്ന് പറയാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് i20യുടെ ഫീച്ചേഴ്സൊക്കെ ഹുണ്ടായി i20യുടെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് മാരുതി സ്വിഫ്റ്റിൽ കാണാം. സ്വിഫ്റ്റിൻ്റെ പല ഫീച്ചേഴ്സും നമുക്ക് വേണമെങ്കിൽ ഹോണ്ടയുടെ വാഹനങ്ങളിൽ കാണാം. എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായിട്ട് തന്നെയാണ് സവിശേഷതകളും അല്ലെങ്കിൽ എഞ്ചിൻ വൈസൊക്കെ നടക്കുന്നത്. ഇപ്പോൾ 3 സിലിണ്ടർ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ്സൺ ഗോ 4 സിലിണ്ടറാണ്, പക്ഷേ ടിയാഗോ 3 സിലിണ്ടറാണ്. 3 സിലിണ്ടർ ടിയാഗോ ആണ് ഡാറ്റ്സൺ ഗോയേക്കാൾ കൂടുതൽ വിൽക്കുന്നത്. അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. ഒരേ വീഞ്ഞ് പല കുപ്പിയിലെന്ന് പറയുന്ന പോലെ വാഗണാറും അല്ലെങ്കിൽ സെലേറിയയും അല്ലെങ്കിൽ പുതിയ
ഓൾട്ടോ കാറ്ററിനും ഒക്കെ ഒരേ എഞ്ചിൻ പേർന്ന വാഹനമാണ്. പക്ഷേ ഈ വാഹനങ്ങളുടെ ഡ്രൈവബിലിറ്റി വ്യത്യാസമാണ്. കാരണം വെയിറ്റും അല്ലെങ്കിൽ അതിൻ്റെ രൂപഘടനയൊക്കെ അതിന് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു വാഹനം മേടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ മേടിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ നോക്കേണ്ടത് എന്തിനാണ് എന്നുകൂടി പറയാം. കാരണം ഒരു വാഹനം വാങ്ങുന്നത് ഒരു സ്വപ്നമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കാലത്ത് ഒരു കാൽക്കുലേഷൻ കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഇതിലുപരിയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മളൊരു വാഹനം മേടിക്കുമ്പോൾ ഇന്ന് മേടിച്ച് നാളെ വിൽക്കാൻ പറ്റുന്ന ഒരു ഉപാധിയായിട്ടുള്ളൊരു സംഭവം എന്നല്ല വാഹനം എന്ന് പറയുന്നത്. കാരണം വില കൂടുതലാണ്, ഒരുപാട് കാശുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ചില ആൾക്കാർ ഡെഡ് മണി എന്ന് വിളിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുന്നതിനേക്കാൾ എളുപ്പം നിങ്ങൾക്ക് തന്നെ ഈ എക്സൽ ഷീറ്റ് നോക്കിയിട്ട് അതിനകത്ത് സ്കോറൊക്കെ ചെയ്ത് മാർക്കിംഗ് ലിസ്റ്റൊക്കെ കൊടുത്ത് എന്താണ് ഇതിൻ്റെ കാരണങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം രൂപം കിട്ടും. അപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ അതിൽ ഇനി കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ 4 വണ്ടിയുടെ ഒരേ സ്കോറൊക്കെ വരികയാണെങ്കിൽ ചോദിക്കാം. അപ്പോൾ എനിക്ക് പറയാം എന്തുകൊണ്ട് നിങ്ങൾ 4 വണ്ടിക്ക് ഒരേ സ്കോർ കൊടുത്തു. അതിനുള്ളൊരു കൺവിൻസിങ് ആയിട്ടുള്ള ഉത്തരമല്ല കിട്ടുന്നെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെയുള്ള എപ്പോഴും നമ്മുടെ കാഴ്ചക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു വീഡിയോ കാണണം, ഇതിൻ്റെ എക്സൽ ഷീറ്റ് നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് തന്നെ കരുതുന്നു. വളരെ ചെറിയൊരു കാര്യമാണ്, അതിനൊരു വീഡിയോ ചെയ്തത് ഇതിന് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഈ എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ഫ്രീ ആയിട്ട് ഫ്രീ ആക്സസ് ഉള്ളൊരു എക്സൽ ഷീറ്റ് തന്നെ ആയിരിക്കും ഗൂഗിൾ ഡോക്സിൽ ഇടുന്നത്. അപ്പോൾ അതുപോലെ ഈ വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് തന്നെ കരുതാണ്. ഉപയോഗപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും. അതുപോലെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ലഭിക്കും. ഇനി അടുത്ത ഒരു വീഡിയോ ഐഡിയ എന്ന് പറയുന്നത്, പല ആൾക്കാരും ചോദിച്ചു ഒരു വാഹനം വാങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നതിനനുസരിച്ച് ഒരു യാർഡ് പോയിട്ട് വാഹനം കണ്ട് വാഹനത്തിൻ്റെ 4 പുറം നടന്ന് കാണിച്ച് ഒരു വ്യക്തതയോട് കൂടി ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി.